ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ബ്രെഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ചില്ലി ബ്രെഡ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 7 ബ്രെഡ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്, അതും ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ചെറിയൊരു കുട്ടി ക്യാരറ്റ്, അതും പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ക്യാപ്സിക്കം കൂടി, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി. ഈ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് കയ്യിലൊരല്പം ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആയിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരിട്ട് തന്നെ ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മളിങ്ങനെ ഓരോ ബോൾസ് ആയിട്ട് പിടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഓരോന്നും പിടിച്ചിങ്ങനെ ചൂട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഓരോ ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് വേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറെല്ലാം നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി നിൽക്കരുത്. പ്രത്യേകിച്ച് ബ്രെഡ് ആയതിൻ്റെ പേരിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിയിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡ് ബോൾസ് എല്ലാം ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതെല്ലാം എടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല കഴിക്കുന്നത്. കുറച്ച് സോസൊക്കെ ചേർത്തിട്ട് ഒരു റോസ്റ്റ് പോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. അത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറും. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. കൂടെ തന്നെ അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ്, നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തില്ലേ അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് കൂടിയാണ്. അപ്പോൾ ഈ സോസൊക്കെ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്കിത് കിട്ടുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടിയാണ്. സോയാ സോസും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ നമ്മുടെ ഈ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ബ്രെഡ് ബോൾസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നീട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുകളിലായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രം ഒരല്പം സ്പ്രിംഗ് അണിയനും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രെഡ് ബോൾസ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിനുള്ളിൽ ഫില്ല് ചെയ്ത് കഴിക്കാം. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ട് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് എന്ത് മാത്രമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.